നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ വ്യാപകമായി പടരുന്ന ഗൾഫ് രാഷ്ട്രങ്ങളിൽ 6700 പേർക്ക് കൂടി പുതുതായി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ രോഗികളുടെ എണ്ണം 1,76,000 പിന്നിടുകയുണ്ടായി. 32 പേരാണ് ഇന്നലെ മാത്രം ഗൾഫിൽ കോവിഡ് മൂലം മരിച്ചത്. ഇതോടുകൂടി മരണസംഖ്യ 840 ഉയർന്നു. ഗൾഫിൽ ഇന്നലെയും 4000-ലേറെ പേരാണ് കോവിഡ് രോഗമുക്തരായത്. ഇതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 76,000 കടന്നു. മരണസംഖ്യയിലും രോഗികളുടെ എണ്ണത്തിലും സൗദി അറേബ്യയാണ് മുന്നിൽ. ഇന്നലെ മാത്രം 15 പേരാണ് മരിച്ചത്. ഇതോടെ സൗദിയിൽ മരണസംഖ്യ 379 എത്തി. രോഗികളുടെ എണ്ണം 70,000 കടന്നു. കുവൈറ്റിൽ 10 പേർ മരിച്ചതോടെ രാജ്യത്ത് കോവിഡ് മരണസംഖ്യ 148 ആയി. എന്നാൽ തന്നെ നിരവധി പ്രവാസി മലയാളികളാണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ദിനംപ്രതി കൊറോണ വൈറസിനെ തുടർന്ന് മരണത്തിന് കീഴടങ്ങുന്നത്. ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഗൾഫിലെ 5 രാജ്യങ്ങളിലായി കോവിഡ് ബാധിച്ച് മരിച്ച മലയാളികളുടെ എണ്ണം 103 ആയിരിക്കുകയാണ്. ഒരു ഡോക്ടറും 2 നേഴ്സുമാരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഗൾഫിൽ ഏറ്റവും അധികം മലയാളികളുള്ള UAE-യിലാണ് ഏറ്റവും അധികം മരണവും രേഖപ്പെടുത്തിയിരിക്കുന്നത്, 63 പേർ. ഏപ്രിൽ 1-ന് UAE-യിലെ ആദ്യ കോവിഡ് മരണവും മലയാളിയായിരുന്നു. തൃശൂർ 3 പീടിക സ്വദേശി പരീതായിരുന്നു. ഇദ്ദേഹം ഉൾപ്പെടെ 28 പേർ ദുബായിലും 24 പേർ അബുദാബിയിലും മരിച്ചു. ഷാർജ 4, അജ്മാൻ 3, റാസൽ ഖൈമ 3, ഫുജൈറ 1 എന്നിങ്ങനെയാണ് UAE-യിലെ മറ്റ് എമിറേറ്റുകളിൽ മരിച്ച മലയാളികളുടെ കണക്കുകൾ. നേഴ്സായ കൊല്ലം സ്വദേശി ലാലി തോമസ് ഉൾപ്പെടെ 19 പേർ സൗദിയിലും, തിരുവല്ല മഞ്ഞട് സ്വദേശി നേഴ്സായ ആനി മാത്യു ഉൾപ്പെടെ 18 പേർ കുവൈറ്റിലും മരിച്ചു. ഒമാനിൽ ചങ്ങനാശ്ശേരി സ്വദേശി ഡോക്ടർ രാജേന്ദ്രൻ നായർ അടക്കം 2 മലയാളികളാണ് മരിച്ചത്. ഖത്തറിലും 1 മലയാളി മരിച്ചു. ഔദ്യോഗിക കണക്ക് പുറത്തു വരുമ്പോൾ മരണനിരക്ക് ഉയർന്നേക്കാം. ഗൾഫിൽ ബഹ്റൈനിൽ മാത്രമാണ് മലയാളികളുടെ മരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്യാത്തത്. അതിന്റെ സൗദിയിൽ കോവിഡ് രോഗികൾ 70,161 ഉയർന്നു. ഇന്നലെ 15 പേരാണ് മരിച്ചത്. ആകെ മരണം 379. സുഖപ്പെട്ടവർ 41,236. UAE-യിൽ പെരുന്നാൾ അവധി പ്രമാണിച്ച് അബുദാബിയിലെ കോവിഡ് പരിശോധനാ കേന്ദ്രങ്ങൾ അടയ്ക്കുകയും ചെയ്തു. രോഗികൾ 27,892. സുഖപ്പെട്ടവർ 13,798. മരണം 241. ഖത്തറിൽ രോഗികൾ 42,213 സുഖപ്പെട്ടവർ 8,513. മരണം 21. കുവൈറ്റിൽ 6,575 ഇന്ത്യക്കാരുൾപ്പെടെ കോവിഡ് രോഗികൾ 20,064. 10 പേർ കൂടി മരിച്ചതോടെ മൊത്തം മരണം 148. രോഗമുക്തർ 5,747. ഒമാനിൽ 7,257 പേർ. മരണം 35. സുഖപ്പെട്ടവർ 1,848. ബഹ്റൈനിൽ രോഗികൾ 8,774. സുഖപ്പെട്ടവർ 4,462 പേർ. മരണം 12. അബുദാബി UAE-യിൽ കോവിഡ് ബാധിച്ച് 3 പേർ കൂടി ഇന്നലെ മരിച്ചു. മരണസംഖ്യ 244. പുതുതായി 812 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതോടെ രോഗബാധിതരുടെ എണ്ണം 28,704 ഉയർന്നു. 697 പേർ കൂടി രോഗമുക്തി നേടിയതടക്കം 14,495 പേർ രോഗം മാറി ആശുപത്രി വിട്ടു. ആകെ രോഗബാധിതർ 28,704. സുഖപ്പെട്ടവർ 14,495. മരണം 244 എന്നിങ്ങനെയാണ് UAE-യിലെ കണക്കുകൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.